നമ്മൾ സെൻറ്റർ കട്ടകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സെറ്റ് ചെയ്യുന്നത് സൈഡ് കട്ടകൾ 12 എണ്ണമാണ്. ആ 2 എണ്ണം വെച്ചുള്ള 2 കട്ടകളുണ്ടാവും, 2 കീ ഉണ്ടാവും. അത് ആദ്യം സെറ്റ് ചെയ്യുന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഏത് കട്ട വേണമെങ്കിലും സെറ്റ് ചെയ്യാം. നമ്മൾ ഒരു ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കിടക്കുന്ന സെൻറ്ററിൽ കിടക്കുന്ന കട്ട ഏതാണെന്നോ അത് ഓറഞ്ച് പച്ചയാണ്. ഓറഞ്ച് പച്ച എവിടെ കിടക്കുന്നതെന്ന് നോക്കാം. ഓറഞ്ച് പച്ച അവിടെ കിടപ്പുണ്ട്. ഓറഞ്ച് പച്ച അത് നമ്മൾ നേരെ തിരിച്ച് വെച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 കട്ട അടിയിലെ കട്ടയും മുകളിലെ കട്ടയും ജസ്റ്റ് ഒന്ന് തിരിച്ച് വയ്ക്കുന്നു. അതിൻ്റെ റൈറ്റ് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുന്നു, ഫ്രണ്ട് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുന്നു, മുകളിൽ സൈഡ് ക്ലോക്ക് വൈസ് തിരിക്കുന്നു, റൈറ്റ് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുന്നു, ഫ്രണ്ട് സൈഡ് ക്ലോക്ക് വൈസ് തിരിക്കുന്നു, തിരിച്ച് വെച്ച് നേരെ തിരിച്ച് വയ്ക്കുന്നു. അപ്പോൾ ആ സെറ്റായി. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മഞ്ഞ ഓറഞ്ചാണ്. മഞ്ഞ ഓറഞ്ച് അതിൻ്റെ അടുത്ത കട്ട എവിടെയാണ് കിടക്കണമെന്ന് നോക്കാം. അത് കണ്ടുപിടിക്കാനാണ് പണി. നമ്മൾ നോക്കാം. അത് ഈ കട്ടകൾ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾക്ക് ഏറ്റവും വലിയ പണി ഇതിനകത്തുള്ള. അത് നമ്മളിപ്പോൾ ചിലവർക്ക് കളർ കണ്ടുപിടിക്കാൻ പെട്ടെന്ന് കഴിയുന്നവർക്ക് പറ്റും. അതൊക്കെയാണ് നമ്മളുടെ ബുദ്ധിയുടെ അളവ്. ഇത് കട്ട സെറ്റ് ചെയ്യുന്നതിനുള്ള കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരേ കളറുകളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് ഇതിനകത്ത് കൊച്ചുകുട്ടികൾക്കൊക്കെയും ഇത് ഉപകാരപ്രദമാണ്. നമ്മൾ സെൻസ് ചെയ്യാനുള്ള കഴിവ് നമ്മൾ വർദ്ധിക്കും. ഇങ്ങനെയുള്ള കട്ടകൾ നമ്മൾ കണ്ടുപിടിച്ച് സെറ്റ് ചെയ്തെടുക്കുക. ഈ ക്യൂബിക്സ് സെറ്റ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് അതാണ്. എനിക്ക് അല്പം പ്രായമായത് പിന്നെ പേഴ്സണൽ അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്ര പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് സെൻസ് ചെയ്യാൻ പറ്റായിരിക്കും. പക്ഷേ നമുക്കിവിടെ വേറൊരു കളർ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, മഞ്ഞയും വെള്ളയും. അത് നമ്മൾ റീസെറ്റ് ചെയ്യാണ്. ആദ്യം നമ്മൾ ഫ്രണ്ട് നേരത്തെ തിരിച്ച് ഞാൻ പറയുന്നില്ല, നിങ്ങൾ നോക്കി പഠിക്കുക. സ്വയം പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലാണ് പറ്റുള്ളൂ. അടുത്ത സ്റ്റെപ്പിനകത്ത് ഞാൻ പറയാം. ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് ഇപ്പോൾ നമ്മൾ തിരിക്കുന്നത് ഇനിയും ക്ലോക്ക് വൈസ് ഫ്രണ്ട് ക്ലോക്ക് വൈസ് തിരിച്ചിട്ട് നേരെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നു. ശരി, അപ്പോൾ നമ്മൾ വെള്ള ഓറഞ്ച് സെറ്റായി. ഇനി അടുത്ത് ഓറഞ്ച് ഇനിയും ചുവപ്പ് വെള്ളയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ചുവപ്പ് വെള്ളത് എവിടെ കിടപ്പുണ്ട്. അത് നേരെ തിരിച്ച് മുകളിലേക്ക് വെച്ചാൽ മതി. നേരെ തിരിച്ച് മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ സെറ്റാവും. ഇല്ല, അത് 3 സ്റ്റെപ്പായിട്ട് വരണം. അപ്പോൾ അങ്ങോട്ട് തിരിച്ച് വയ്ക്കണം. അപ്പോൾ സെറ്റായി. ഓറഞ്ച് വെള്ള ചുവപ്പ് വെള്ളയായി. നേരെ നമ്മൾ ഒന്ന് തിരിച്ച് വയ്ക്കുന്നു. 2 കട്ടകളും അടിയിലും മുകളിലെയും കട്ടകൾ റൈറ്റ് ക്ലോക്ക് വൈസ് തിരിക്കുന്നു. പിന്നെ ഫ്രണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുന്നു, അപ്പർ ക്ലോക്ക് വൈസ് തിരിക്കുന്നു. പിന്നെ ഫ്രണ്ട് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുന്നു, ഫ്രണ്ട് ക്ലോക്ക് വൈസ് തിരിക്കുന്നു. ഫ്രണ്ട് ക്ലോക്ക് വൈസ് തിരിച്ചിട്ട് ഇനി നമ്മൾ നേരത്തെ തിരിച്ച് വെച്ച് സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ചുവപ്പ് വെള്ള സെറ്റായി. ഇനി നമ്മൾ പച്ച ബ്ലൂ ആണ് സെറ്റ് ചെയ്യുന്നത്. അതെങ്ങനെ വരുമെന്ന് നോക്കാം. പച്ച ബ്ലൂ അത് സെറ്റായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സ് വീണ്ടും ആവർത്തിക്കുന്നു. അപ്പർ ക്ലോക്ക് വൈസ് ഇരിക്കുന്നു, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇരിക്കുന്നു, ഫ്രണ്ട് ക്ലോക്ക് വൈസ് ഇരിക്കുന്നു. ഇനി തിരിച്ച് വയ്ക്കുന്നു. അപ്പോൾ പച്ച ബ്ലൂ സെറ്റായി. ഇനിയും പച്ച മഞ്ഞയാണ് സെറ്റ് ചെയ്യാനുള്ളത്. പച്ച മഞ്ഞ സെറ്റ് ചെയ്യുന്നു. പച്ച മഞ്ഞ മുകളിലേക്ക് തിരിച്ച് വെച്ചാൽ മതി. സെറ്റായി. അതിനകത്ത് 2 ചെയ്ത പ്രോസസ്സ് വീണ്ടും ആവർത്തിക്കുന്നു. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മതി എന്താ പ്രോസസ്സ്. ഞാൻ പറഞ്ഞ കമൻറ്റ് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് കാണിക്കുമ്പോൾ അറിയാമല്ലോ. ഒറ്റ ഫോർമുലയേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ നമ്മൾ 2 സൈഡും ഒരേ കളറുകൾ നമ്മുടെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ മുകളിൽ 2 കട്ടയും താഴത്തെ 2 കട്ടയും ഒന്ന് തിരിച്ച് വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് തിരിക്കുന്നു, ഫ്രണ്ട് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുന്നു, പിന്നെ മുകൾ സൈഡ് ക്ലോക്ക് വൈസ് തിരിക്കുന്നു, പിന്നെ റൈറ്റ് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുന്നു, ഫ്രണ്ട് ക്ലോക്ക് വൈസ് തിരിക്കുന്നു. നേരത്തെ തിരിച്ച് വെച്ച കട്ട തിരിച്ച് അതേ സ്ഥാനത്തേക്ക് 2 മുകളിലെ 2
സെപ്പറേറ്റ് ഇടണം. അത്രയും പ്രോസസ്സാണ് ഈ 12 കളർ സെറ്റ് ചെയ്യാനുള്ളത്. നിങ്ങൾ നോക്കിക്കോ, ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യണ കേസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ലാതെ അതിനകത്ത് കോംപ്ലിക്കേഷൻ ഇല്ല. നമ്മൾ പ്രാക്ടീസ് കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ കമൻറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നില്ല. ഇപ്പോൾ വെള്ള നീല സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചുവപ്പ് നീലയാണ് സെറ്റ് ചെയ്യാനുള്ളത്. അതെവിടെ കിടക്കണമെന്ന് നോക്കാം. ചുവപ്പ് നീല, ചുവപ്പ് നീല അവിടെ വന്നു. ഇനി നേരത്തെ മുകളിൽ രണ്ട് കെട്ടുകൾ പകുതി പിടിച്ചിട്ട് തിരിച്ച് വയ്ക്കുന്നു. റൈറ്റ് ക്ലോക്ക് വൈസ് തിരിക്കുന്നു, ഫ്രണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുന്നു, അപ്പർ ക്ലോക്ക് വൈസ് തിരിക്കുന്നു, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുന്നു, ഫ്രണ്ട് ക്ലോക്ക് വൈസ് തിരിക്കുന്നു. ഇനി നേരത്തെ തിരിച്ച് വെച്ച് സെയിമായി കിട്ടും. ഇത്രയും പ്രോസസ്സേ ഉള്ളൂ 12 കളർ സെറ്റ് ചെയ്യാൻ. അധികം കോംപ്ലിക്കേഷനൊന്നുമില്ല. ഇനിയും ഓറഞ്ച് ഗ്രീനാണ്, അത് സെറ്റായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സ് അങ്ങനെ തന്നെ ആവർത്തിക്കുന്നു. ആ പ്രോസസ്സ് ഞാൻ അപ്പോൾ പറയേണ്ട കാര്യമില്ല. ഇനി റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുന്നു, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചിട്ട് ഫ്രണ്ട് ക്ലോക്ക് വൈസ് തിരിക്കുന്നു, നേരത്തെ തിരിച്ച് വെച്ച് റിവേഴ്സ് ചെയ്യുന്നു. അത്രയും അങ്ങനെയാണ് തന്നെയാണ് 12 പ്രാവശ്യം സെറ്റ് ചെയ്യുന്നത്. ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 കളറ് സെറ്റാക്കി എടുക്കാനാണ് പാട്. നമ്മൾ അത് മുകളിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കട്ട് ഏതാണെന്ന് നോക്കിയിട്ട് അത് തന്നെ നമ്മൾ അങ്ങനെ തിരിച്ച് വരാറുണ്ട്. അത് സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിച്ച് കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല മെത്തേഡിൽ അങ്ങനെ സെറ്റ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഒരു സിസ്റ്റം ഉപയോഗിക്കണമല്ലോ എന്ത് പരിപാടി സെറ്റ് ചെയ്യുമ്പോഴും. അപ്പോൾ ആ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ആ സിസ്റ്റം പ്രകാരം ഫോളോ ചെയ്താലാണ് എന്ത് ഇത് ചെയ്യണം. അല്ലാതെ അതിനകത്ത് കോംപ്ലിക്കേഷൻ ഫോർമുലയോ കാര്യങ്ങളോ പരിപാടികളോ ഒക്കെയും പ്രാക്ടീസാണ്. നമ്മളുടെ ബ്രെയിന് കൊടുക്കുന്ന പ്രാക്ടീസാണ് എന്ത് കാര്യങ്ങളും നമ്മൾ പഠിക്കുക. പിന്നെ എന്ത് പഠിക്കണമെങ്കിലും കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. കമ്മിറ്റ്മെൻ്റാണ് ഇതിനകത്ത് പ്രധാനം. എനിക്കിത് പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ള, പിന്നെ ഇതുകൊണ്ടുള്ള കോർഡിനേഷൻ, നമ്മുടെ ബ്രെയിന് കോർഡിനേഷൻ പവർ കിട്ടും. ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഇപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ബ്രെയിൻ ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. കാരണം നമുക്ക് ഫിസിക്കലി ബ്രെയിൻ റിലേറ്റഡ് അസുഖമുള്ളവർക്കും നല്ല ബ്രെയിൻ എക്സസൈസുള്ള ഒരു മെത്തേഡാണ്. റൈറ്റ് തിരിക്കുന്നു, ഫ്രണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുന്നു, മുകളിൽ അപ്പർ ക്ലോക്ക് വൈസ് തിരിക്കുന്നു, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുന്നു, ഫ്രണ്ട് ക്ലോക്ക് വൈസ് തിരിക്കുന്നു. ഇനി നമ്മൾ നേരെ സെറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നു. മഞ്ഞ ഓറഞ്ച് സെറ്റായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ അപ്പോൾ 2 കെട്ടുകളും തിരിച്ച് വയ്ക്കുന്നു. ഫ്രണ്ട് റൈറ്റ് ക്ലോക്ക് വൈസ് ഇരിക്കുന്നു, ഫ്രണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഇരിക്കുന്നു, അപ്പർ ക്ലോക്ക് വൈസ് ഇരിക്കുന്നു, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇരിക്കുന്നു, ഫ്രണ്ട് ക്ലോക്ക് വൈസ് ഇരിക്കുന്നു. നേരത്തെ തിരിച്ച് വയ്ക്കുന്നു. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ എല്ലാ കളറും 12 കളറും സെറ്റ് ചെയ്ത് 12 എഡ്ജും സെറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3x3 കാണിച്ചിട്ടുണ്ട്. നമ്മൾ മഞ്ഞയുടെ സൈഡിൽ വെള്ള കൊണ്ടുവരുന്നത്, 4 ക്രോസും വെള്ള കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തും നമ്മൾ അതേ പ്രോസസ്സ് തന്നെ ആവർത്തിക്കുന്നത്. ഇപ്പോൾ 4 എഡ്ജ് കളറ് വെള്ളയുണ്ടാവും. അപ്പോൾ അത് മഞ്ഞയുടെ 4 എഡ്ജും വെള്ള കൊണ്ടുവരാൻ നമ്മൾ നോക്കുകയാണ്. ആ പരിപാടി നമ്മൾ 3x3 അങ്ങനെയാണ് ചെയ്തത്. അത് തന്നെ ഇവിടെ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇന്നത്തെ കട്ടകളുടെ എണ്ണം കൂടുമ്പോൾ അതനുസരിച്ചുള്ള ഇച്ചിരി പ്രോസസ്സിൽ കൂടുതലുണ്ടെന്ന് മാത്രം. ഇനിയിപ്പോൾ നമ്മൾ 3x3 ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ നോക്കാം. മഞ്ഞയുടെ ചുറ്റും എഡ്ജ് കട്ടുകൾ 4 വെള്ളയാക്കി മാറ്റുന്നു. നമ്മൾ 3x3 ഇത് മെത്തേഡ് തന്നെ ഉപയോഗിക്കണം. അത് ഞാൻ വീണ്ടും കാണിക്കണില്ലാന്നുള്ളൂ. മഞ്ഞയുടെ ചുറ്റുമാണ് നമ്മൾ വയ്ക്കുന്നത്. എന്നിട്ട് അടിയിൽ നമ്മൾ വെള്ളയ്ക്ക് ചുറ്റും വൈറ്റ് കംപ്ലീറ്റ് കൊണ്ടുവരാനാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഫോർമുല നമ്മൾ ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ മഞ്ഞയുടെ ചുറ്റാണ് നമ്മൾ വെള്ളം കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ഒരു സൈഡ് വെള്ളയായി, മഞ്ഞയുടെ ചുറ്റും ഒരു സൈഡ് വെള്ളയായി. ഇനി അടുത്ത സൈഡിൽ വെള്ളം എങ്ങനെ വരണമെന്ന് നോക്കുക. താഴത്ത് ആ വെള്ളം നമുക്ക് മഞ്ഞയുടെ ചുറ്റിലേക്ക് മാറ്റാം. ഇത് കോംപ്ലിക്കേഷനൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് കൊണ്ടുവരാമെന്നുള്ളൂ. ഇപ്പോൾ മഞ്ഞയുടെ ചുറ്റും 2 വെള്ളയായി, മഞ്ഞയുടെ ചുറ്റും 2 വെള്ളയായി.
2 വെള്ളയായി. ഇനി 2 വെള്ളയുടെയും അത് മുകളിലേക്ക് തിരിച്ച് വെച്ചാൽ മഞ്ഞൾ 3 വെള്ളയായി. ഇനി ഒരെണ്ണം അവിടെ കിടക്കണേ നോക്കാം. 3 വെള്ളയായി മഞ്ഞൾ കിട്ടും. ഇനി അടി കിടക്കുന്ന വെള്ളയുടെ തിരിച്ച് ഏത് സൈഡിലേക്ക് വരേണ്ടതെന്ന് വെച്ചാൽ ആ സൈഡിലേക്ക് തിരിച്ചിട്ട് മുകളിലേക്ക് കൊണ്ടുപോയാൽ മതി. ഇപ്പോൾ മഞ്ഞൾ ചുറ്റും 4 എഡ്ജ് കട്ടുകൾ വന്നു. ഇനിയും നോക്കേണ്ടത് നമ്മൾ ഗ്രൈൻഡിൽ ചെയ്ത മാതിരി സൈഡ് കളർ ഏതാണെന്ന് നോക്കുക. അത് പച്ചയാണ്, പച്ച തന്നെ വയ്ക്കുക. 2 റൗണ്ട് താഴത്തേക്ക് തിരിക്കുക. 2 റൗണ്ട് താഴത്തേക്ക് വെച്ചു, അത് താഴത്ത് വന്നു. ഇനി യെല്ലോയ്ക്ക് എല്ലാം ഓറഞ്ചാണ്, ഓറഞ്ച് ഉള്ളവരെ 2 റൗണ്ട് താഴത്തിരിക്കുക. 2 റൗണ്ട് താഴത്തേക്ക് തിരിച്ചു. ഇനിയും ചുവപ്പാണ്, ചുവപ്പ് സെൻട്രൽ കട്ട ചുവപ്പാക്കുക. 2 റൗണ്ട് താഴത്തേക്ക് ഇരിക്കുക. 2 റൗണ്ട് താഴത്തേക്ക്. ഇനിയിപ്പോൾ നീലയ്ക്ക് നീലയാണ്, അപ്പോൾ 2 റൗണ്ട് താഴത്തേക്ക് തിരിച്ചു. അപ്പോൾ സെൻട്രൽ കട്ടകൾ, എഡ്ജ് കട്ടകളും വെള്ളയായി. ഇനി 4 കോർണർ കട്ടകൾ കളറാക്കാണ്. അത് നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ് തന്നെ ആവർത്തിച്ചത്. 3x3 നമ്മൾ ഫ്രണ്ടിൽ വൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് കോർണർ എഡ്ജ് കോർണർ കട്ട 4 നമ്മൾ ഏതാ നോക്കുക. സൈഡ് കട്ട ആ വൈറ്റിൻ്റെ പച്ചയാണ്, കോർണർ ഇപ്പോൾ പച്ച തന്നെയാണെങ്കിൽ റൈറ്റിലേക്ക് തിരിക്കുക, ലെഫ്റ്റിൽ നിന്ന് മുകളിലേക്ക് ഇരിക്കുക, പിന്നെ റിവേഴ്സ് തിരിക്കുക, താഴത്തേക്ക് ഇരിക്കുക. അപ്പോൾ അത് മുകളിലേക്ക് ഇരിക്കുക വന്നു. ഇനിയും നമ്മുടെ ഫ്രണ്ടിൽ വൈറ്റ് അടിയിലേക്ക് പിടിച്ച ഫ്രണ്ടിൽ വെള്ളം ഉണ്ടോ നോക്കാം. വെള്ളമുണ്ട്. അവിടെ സൈഡിൽ ഓറഞ്ചാണ്, ഓറഞ്ച് കൊണ്ടുവന്നു. ഇനി റൈറ്റിലേക്ക് ഇരിക്കുക, അടിയിൽ നിന്ന് മുകളിലേക്ക് ഇരിക്കുക, റിവേഴ്സ് ഇരിക്കുക, താഴത്തേക്ക് ഇരിക്കുക. ഇനിയും ഫ്രണ്ടിൽ വൈറ്റ് ഉണ്ടോ നോക്കാം. ഉണ്ട്. അപ്പോൾ നീലയാണ് സൈഡ് കളർ. അപ്പോൾ നീല ആ സൈഡിലേക്ക് കോർണർ കട്ട നീലയിലേക്ക്, സെൻട്രൽ കട്ട നീലയായിട്ട് കൊണ്ടുവരണം, വൈറ്റിൻ്റെ സെൻട്രൽ കട്ട. അപ്പോൾ ഉണ്ടോ ക്രോസായിട്ട് നീല വരണം. അതിന് റൈറ്റിലേക്ക് തിരിക്കും, അതിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് തിരിക്കും, നേരെ റിവേഴ്സ് ഇരിക്കും, താഴത്തേക്ക് ഇരിക്കും. ഇനിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വൈറ്റ് മുകളിൽ നമ്മുടെ ഫേസിന് നേരെ വൈറ്റ് ഉണ്ട് നോക്കണം. വൈറ്റ് കിടക്കുന്നില്ലെങ്കിൽ നമ്മൾ വേറൊരു പ്രോസസ്സാണ് 3x3 ചെയ്യണം. അത് മുകളിൽ ആ ഇത് ഒന്ന് തിരിച്ചിട്ട് റിവേഴ്സ് തിരിച്ച് ആ വൈറ്റ് സെറ്റ് ചെയ്തെടുക്കും. അടിയിലേക്ക് വൈറ്റ് ഇപ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കൈ തെറ്റി മാറിപ്പോയതാണ്, നമ്മളിപ്പോൾ തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അടിയിൽ എൻ്റെ കൈ തെറ്റി മാറിപ്പോയതാണ്, അതിപ്പോൾ തന്നെ സെറ്റ് ചെയ്തെടുക്കും. ഇനി ഒരു വൈറ്റോടെ കൊണ്ടുവരാൻ അത് നമുക്ക് തീർച്ചയായിട്ടും മാറി കിടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഉണ്ടോ സെറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മളങ്ങനെ തിരിച്ചപ്പോൾ 2 കളർ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരും 2 കളറും. ആദ്യത്തെ ഒരെണ്ണം മാറിപ്പോയി, അത് ഫ്രണ്ടിലേക്ക് വന്നു. ഞാൻ ഫ്രണ്ടിൻ്റെ സൈഡ് കട്ട മഞ്ഞയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തിരിച്ചാൽ റൈറ്റിലേക്ക് തിരിച്ചു, അടിയിൽ നിന്ന് മുകളിലേക്ക് തിരിച്ചു, നേരെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ചു, നേരെ താഴത്തേക്ക് തിരിച്ചു. ഇനി ഒരു സൈഡ് മാത്രമേ റെഡിയാക്കാനുള്ളൂ. അത് എവിടെയെങ്കിലും മുകളിൽ കിടപ്പുണ്ടാവും. ഉണ്ടോ ഓറഞ്ച് ഉണ്ട്, ഓറഞ്ച് സൈഡ് ഓറഞ്ചാക്കാം. സെൻട്രൽ കട്ട ഓറഞ്ചാക്കിയ ആ ഓറഞ്ചിൻ്റെ സൈഡിൽ ഇനിയും റൈറ്റിലേക്ക് ഇരിക്കുക, അടിയിൽ നിന്ന് മുകളിലേക്ക് ഇരിക്കുക, അടിയിൽ നിന്ന് മുകളിലേക്ക് ഇരിക്കുക, ഫ്രണ്ട് നേരെ റിവേഴ്സ് ഇരിക്കുക, താഴത്തേക്ക് ഇരിക്കുക. ഇപ്പോൾ നമ്മൾ അടിയിൽ വൈറ്റായി 3x3 ചെയ്ത മാതിരി തന്നെ അടിയിൽ വൈറ്റായി, അടിയിലെ ഒരു ലെയർ ഒരേ കളറായി, സെൻട്രൽ കട്ടയും അതിനോട് സെയിം കളറായി. ഇതാണ് അടുത്ത പ്രോസസ്സ്. ഈ വീഡിയോ ഇവിടെ നിർത്താണ്. അടുത്ത 2 വീഡിയോയിൽ നമുക്ക് തീർക്കാൻ പറ്റിയ 2 അല്ലെങ്കിൽ 3 വീഡിയോയിൽ നമ്മൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും.